അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 4-ാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആനിലെ 8-ാമത്തെ അധ്യായമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അൽ വഹ്ദത്തു സാമിന അത്താഉൽ മജ്റൂറത്തു വൽ മർബൂത്ത. താ മജ്റൂറയെക്കുറിച്ചും താ മർബൂത്തയെക്കുറിച്ചുമാണ് ഈ പാഠത്തിലൂടെ നാം പഠിക്കുന്നത്. നമുക്ക് പാഠഭാഗത്തിലൂടെ ഒന്ന് കണ്ണോടിക്കാം. താ മജ്റൂറ, താ മർബൂത്ത, ഇങ്ങനെ താഉകൾ 2 വിധമുണ്ട്. താ മർബൂത്തക്ക് ഹാ തഅനീസ് എന്നും പേരുണ്ട്. താ മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ഉദാഹരണം: അൽ ഖാരിഅതു മൽ ഖാരിഅ, ഹൽ അതാക ഹദീസുൽ ഗാശിയ, വൈലുൽ ലികുല്ലി ഹുമസതിൽ ലുമസ. മുകളിലെ ആയത്തുകളുടെയെല്ലാം അവസാന അക്ഷരം താ മർബൂത്തയാണ്. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അൽ ഖാരിഅതു മൽ ഖാരിഅ പോലെ ഹാ ആയിട്ടാണ് എല്ലായിടത്തും ഉച്ചരിക്കേണ്ടത്. ബാക്കി ഭാഗങ്ങൾ കൂടി നമുക്ക് വായിക്കാം. ഹാ തഅനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇനു പകരം അലിഫ് വരികയോ ചെയ്യരുത്. ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ആമിലത്തുൻ നാസിബ എന്ന് പറയുമ്പോൾ അവസാന അക്ഷരം ഹാ തഅനീസാണ്. അതുകൊണ്ട് അവിടെ മുമ്പുള്ള അക്ഷരമായ ബായിൽ ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞ് ശബ്ദം മുറിയാൻ പാടില്ല. ആമിലത്തുൻ നാസിബ എന്ന് പറഞ്ഞ് നീട്ടി അലിഫിൻ്റെ ശബ്ദം വരാൻ പാടില്ല. അവിടെ വഖഫ് ചെയ്യുമ്പോൾ ഹാഇൻ്റെ ശബ്ദമാണ് പുറത്തു വരേണ്ടത്. ബാക്കി ഉദാഹരണങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. ഫീഹാ ഐനുൻ ജാരിയ വനമാരിഖു മസ്ഫൂഫ. ഇവിടെയെല്ലാം അവസാന അക്ഷരം ഹാ തഅനീസാണ്. ഇതുപോലുള്ള ധാരാളം പദങ്ങൾ ഖുർആനിലുണ്ട്. അവയെല്ലാം ശ്രദ്ധയോടെ പാരായണം ചെയ്ത് ശീലിക്കാം. പാഠഭാഗത്തിൻ്റെ ബാക്കി നമുക്ക് നോക്കാം. ഈ താഇന്മേൽ നിർത്താതെ ചേർത്തി ഓതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. ഉദാഹരണങ്ങളിലൂടെ കൂടുതൽ മനസ്സിലാക്കാം. ഫീ ജന്നത്തിൻ ആലിയത്തിൻ ലാ തസ്മഉ ഫീഹാ ലാഗിയ. ഇവിടെ 1-ാമത്തെ ആയത്തിൻ്റെ അവസാന അക്ഷരം ആലിയത്തിൻ, അവിടെ ഹാ തഅനീസാണ്. ചേർത്തി ഓതുമ്പോൾ താഇന് ഹർക്കത്ത് നൽകി താഇൻ്റെ അതേ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ബാക്കി ഉദാഹരണങ്ങൾ കൂടി വായിക്കാം. وأكواب موضوعة ونمارق مصفوفة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية. الحاقة ما الحاقة وما أدراك ما الحاقة. كذبت ثمود وعاد بالقارعة
فأما ثمود فأهلكوا بالطاغية وأما عاد فأهلكوا بريح صرصر عاتية. മുകളിലുള്ള ആയത്തുകളിലെല്ലാം അവസാന അക്ഷരം ഹ ഉത്ത് ഇനീസ് വന്നതായി കാണാം. ഇവിടെയെല്ലാം ചേർത്തി ഉച്ചരിക്കുമ്പോൾ ഹ ഉത്ത് ഇനീസിന് ഹറക്കത്ത് നൽകി താഇൻ്റെ അതേ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യ വർക്ക് നുജീബ്. ചോദ്യം 1. താഉകൾ എത്ര വിധം, ഏതെല്ലാം? ഉദാഹരണ സഹിതം എഴുതുക. ഉത്തരം 2 വിധം. താഅ് മജ്റൂറ. ഉദാഹരണം റബ്ബന ആതിന. താഅ് മർബൂത്ത. ഉദാഹരണം അൽ-ഹാഖ. ചോദ്യം 2. അത്താഉൽ മർബൂത്തയിൽ എങ്ങനെയാണ് വഖഫ് ചെയ്യേണ്ടത്? ഉത്തരം താഅ് മർബൂത്തയിൽ വഖഫ് ചെയ്യുമ്പോൾ ഹാ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. ചോദ്യം 3. അത്താഉൽ മർബൂത്തയുടെ മറ്റൊരു പേരെഴുതുക. ഉത്തരം അൽ ഹാ ഉത്ത് ഇനീസ്. 4. ചോദ്യം. ഹാ ഉത്ത് ഇനീസിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ത്? ഉത്തരം ഹാഇൻ്റെ ശബ്ദം പുറത്തു വരാതെ മുമ്പുള്ള അക്ഷരത്തിൽ ശബ്ദം മുറിക്കുകയോ ഹാഇനു പകരം അലിഫ് വരികയോ ചെയ്യരുത്. ചോദ്യം 5. ഹാ ഉത്ത് ഇനീസിനെ ചേർത്തി ഓതേണ്ടത് എങ്ങനെ? ഉത്തരം ചേർത്തി ഓതുകയാണെങ്കിൽ ഹറക്കത്ത് നൽകി താഇൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ വായിക്കണം. 2ാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നഖ്റഉ സൂറത്തുൽ ഫത്ഹി വനുമയ്യിസു താ അൽ മജ്റൂറത വൽ മർബൂത്ത. സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്ത് അതിൽ നിന്നും താഅ് മജ്റൂറയും താഅ് മർബൂത്തയും വേർതിരിക്കാനാണ്. നമുക്ക് സൂറത്തുൽ ഫത്ഹിൻ്റെ ആദ്യ ഭാഗം ഒന്ന് നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹം മുബീനാ ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما وينصرك الله نصرا عزيزا هو الذي أنزل السكينة في قلوب المؤمنين ليزدادوا إيمانا مع إيمانهم ولله جنود السماوات والأرض وكان الله عليما حكيما. صدق الله العلي العظيم. ഇതിൽ ചുവപ്പ് അടിവരയിട്ട ഭാഗങ്ങൾ താഅ് മജ്റൂറയും പച്ച അടിവരയിട്ട ഭാഗം താഅ് മർബൂത്തയുമാണ്. ഇത്തരത്തിൽ താഅ് മർബൂത്ത വരുമ്പോൾ അവിടെ നാം വഖഫ് ചെയ്യുകയാണെങ്കിൽ താഅ് മർബൂത്ത അഥവാ ഹാ ഉത്ത് ഇനീസിൽ നാം വഖഫ് ചെയ്യുകയാണെങ്കിൽ ഹ ആയിട്ടാണ് ഉച്ചരിക്കേണ്ടത്. അഥവാ ഇവിടെ നാം വഖഫ് ചെയ്താൽ ഹുവല്ലദീ അൻസലസ്സകീന എന്ന രൂപത്തിൽ ഹ ആയി വഖഫ് ചെയ്യണം. കൂട്ടിയോതുകയാണെങ്കിൽ ഹർക്കത്ത് നൽകി താഇൻ്റെ അതേ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കണം. ഇത്തരത്തിൽ ബാക്കിയുള്ള
താ മജ്റൂറുകളും മർബൂത്തുകളും നമുക്ക് കണ്ടെത്താം. നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. 3. നഹ്ഫദു സൂറത്തുൽ ഗാശിയ. സൂറത്തുൽ ഗാശിയ മനഃപ്പാടമാക്കാനാണ്.